നരിക്കുനി ചക്കാലക്കൽ സ്വദേശിയായ നിതീഷ് ഈ മാസം 3-ാം തീയതിയാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഹോർലിക്സ് വാങ്ങിയത്. അന്ന് രാത്രി ആ ഹോർലിക്സ് നിതീഷിന്റെ മക്കൾ ഉപയോഗിച്ചു. ഇതോടെ ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇവർ ഈ ഹോർലിക്സ് പരിശോധിച്ച സമയത്താണ് ഇതിൽ നിറയെ പുഴുക്കൾ ഉള്ളതായി കണ്ടെത്തിയത്. ഇത് വലിയ ഭീതിയിലാക്കിയിരിക്കുകയാണ് ഈ കുടുംബത്തെ. പ്രത്യേകിച്ചും കുട്ടികൾ അത് ഉപയോഗിച്ചു, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ഇപ്പോഴും പൂർണ്ണമായും അവർ ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മാറിയിട്ടില്ല. ഏതായാലും നിതീഷ് ഇപ്പോൾ ഇതിനെ നിയമപരമായി നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ്. നിതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അതുണ്ടായത്? കുട്ടികൾ ഉപയോഗിച്ചു കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നോക്കിയതാണോ? കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് വയറ്റുന്ന പോലെ ഛർദി ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ കുട്ടിയൊക്കെ വരുന്നതാണല്ലോ എന്ന് വിചാരിച്ചു. പിറ്റേന്ന് രാവിലെ വൈഫ് എന്താക്കി, അത് കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് നോക്കുമ്പോൾ ഒരു പുഴുവിനെ കണ്ട്. കോളിനോടൊരു സംശയം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അത് കൊടുത്തില്ല. പിന്നെ ആ പാക്കറ്റ് ഞങ്ങൾ പൊളിച്ച് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞങ്ങളത് എടുത്ത് നോക്കിയപ്പോൾ ഓരോന്നോരോന്ന് നോക്കിയപ്പോൾ ഒരു 8 പുഴുക്കോളം ഞങ്ങൾ അതിൽ കണ്ട്. അത് കണ്ടേരെ പിന്നെ കുട്ടികൾക്ക് തീരെ വയ്യാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ ഇത് ഞങ്ങളെന്താ വെച്ചാൽ ലൈവൊക്കെ ഇട്ട് എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങളെന്താക്കി, പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇവർക്ക് കുറേ ട്രിപ്പൊക്കെ ഇട്ടിക്കുന്നു. അത് കഴിഞ്ഞ് മരുന്ന് തന്ന് ഇപ്പോൾ 2 ദിവസമായിട്ട് സ്കൂളിലൊന്നും പോകാൻ കഴിയുന്നില്ല. വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഇപ്പോഴും മക്കൾക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ പനിയും തുടങ്ങുന്ന രണ്ടാമത്. ഇത് വാങ്ങിയ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹോർലിക്സുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു? സൂപ്പർ മാർക്കറ്റിലേക്ക് അത് അന്ന് കണ്ടത് അന്ന് തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഈ മാസം 3-ാം തീയതി വാങ്ങിയിട്ട് വൈകുന്നേരം വാങ്ങി. പിറ്റേന്ന് 4-ാം തീയതി തന്നെ ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഓരോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു ഹോർലിക്സിൻ്റെ കമ്പനിയായിട്ട് വിളിച്ചിട്ട് സംസാരിച്ച് പറയാം, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്നുള്ളത് പിന്നെ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഹോർലിക്സിൻ്റെ ആളുകളൊന്നും ബന്ധപ്പെട്ടിട്ടില്ല? ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കണം. അതിനിപ്പോൾ ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങൾ മക്കളെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിനോണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് നിയമപരമായി നേരിടാനുള്ള ഒരു തീരുമാനമാണ്? നേരിടണം. ഞങ്ങൾക്ക് വേറെ നല്ലത്, ചെറിയ മക്കൾ കഴിക്കുന്ന സാധനമാണല്ലോ, അതുകൊണ്ട് എന്തായാലും നിയമപരമായിട്ട് തന്നെ നേരിടണം. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണല്ലേ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ ഹോർലിക്സിലൊക്കെ? പോയിസൺ എന്നൊക്കെ പറഞ്ഞാൽ മരിക്കാൻ വരെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്ക് തന്നെ പറ്റിയാൽ എന്താണെന്നുള്ള അവസ്ഥ നമുക്കറിയാം. അപ്പോൾ ചെറിയ മക്കളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈറ്റ സാധനങ്ങളൊക്കെ കാണുമ്പോൾ മക്കൾ എന്തായാലും എടുത്ത് കഴിക്കും. അങ്ങനെ കഴിച്ചതാണ് ഇപ്പോൾ പറ്റിയത്. തീർച്ചയായും നിതീഷ് ഇതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള തീരുമാനത്തിലാണ്. അടുത്ത ദിവസം തന്നെ കൺസ്യൂമർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഫയൽ ചെയ്യാൻ ഇദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.